ഇപ്പം ന്യൂ ഇയർ പ്രമാണിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം ന്യൂ ഇയർ ഇന്നിപ്പം 3-ാം തീയതിയല്ലേ. ഇപ്പോൾ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ കൂടി നമ്മുടെ ഏമാന്മാർ കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളാണ് ഇപ്പം സോഷ്യൽ മീഡിയ കൊണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ ഇപ്പം വിഷയമായിരിക്കുന്നത് ആ DJ പരിപാടിക്കിടയിൽ ആ DJ ജോക്കിയുടെ സിസ്റ്റം, അതായത് ലാപ്പ് ചവിട്ടി പൊട്ടിക്കുന്നതിൻ്റെ ആ വീഡിയോ. ഞാൻ ചോദിച്ചോട്ടെ, മാന്യമായിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളത് നിർത്തിയതായിരുന്നു. പിന്നെ ഈ പട്ടിഷോ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ചവിട്ടി പൊട്ടിച്ചവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട കൊടുക്കുമോ ഈ 1.5 ലക്ഷം രൂപ വില വരുന്ന ഈ സാധനം? ഇല്ലല്ലോ. ഇപ്പം പുള്ളി പരാതിക്ക് പോയിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ സംഭവിക്കാൻ പോലും പറയട്ടെ, കാക്കിയല്ല സാധനം. ഇത് അവനെ ഏതെങ്കിലും കള്ളക്കേസ് കുടുക്കി ഇത് ഒതുക്കി തീർക്കുകയുള്ളൂ. അവനെ ഏതെങ്കിലും കേസ് കൊടുക്കാൻ നോക്കും ഇവർ, മാക്സിമം നോക്കുമെന്നല്ല ചെയ്യും. അത് അങ്ങനെയാണ് അതവർ. ഇങ്ങനെ പോലീസിലെ ഒരു വിഭാഗത്തിൻ്റെ ഒരു ധാരണയുണ്ട്, കാക്കി കയറിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം അടിമകളും ഇവന്മാരേതാണ്ട് മുന്തി സാധനങ്ങൾ വാങ്ങുന്നൊരു ധാരണയുണ്ട്. എല്ലാവരും ഞാൻ പറയാലോ കേട്ടോ, മാന്യമായിട്ട് ആ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്, അവരെ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു 90% ചിന്താഗതി ഇതാണ്. ഒന്നുമില്ലാത്തവൻ്റെ മേലെ കുതിര കയറാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ലൈസൻസ് പോലെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ കാക്കി എന്ന് പറയുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള അക്രമം ഇത് ആദ്യമൊന്നുമല്ല. പോലീസ് അക്രമത്തിൻ്റെ ഏരിയയായി ശിഷ്ടകാലം മുഴുവൻ കിടന്നുപോയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഇത് അഴിച്ചങ്ങ് വിട്ടേക്കുക. എന്ത് ചെയ്യാൻ? അവർക്ക് സ്റ്റേഷനിലിട്ട് ഇടിച്ചു കൊന്നിട്ടുണ്ട് അവർ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് മറ്റേ ആ വ്യക്തി പിന്നെ ശക്തമായിട്ട് നിയമം വഴി പോയതുകൊണ്ട് പുള്ളിക്ക് അതിൻ്റെ വിഷ്വൽസ് കിട്ടി. എന്നിട്ട് എന്നെ ഉണ്ടായി, അവനെ ഇടിച്ചു കൂട്ടിയ പോലീസുകാർക്ക് ഒരു സസ്പെൻഷൻ, അല്ലാണ്ട് എന്തോന്ന്? ഒന്നുമില്ല, ഒന്നും നടക്കാനും പോകുന്നില്ല. ഇടി കൊണ്ടവന് പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാക്കി ഇങ്ങനെ അങ്ങ് അഴിച്ചു വിട്ടേക്കാവ്. പക്ഷേ എല്ലാവരെയും ഞാൻ ഒരിക്കലും പറയല. നമുക്ക് സംരക്ഷണം തരുന്ന, അല്ലെങ്കിൽ നമുക്കൊരു നമ്മൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് തോന്നിക്കുന്ന ഒത്തിരി ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ കേരള പോലീസിൽ. പക്ഷേ അവരെക്കാൾ കൂടുതൽ ഇമാതിരി തന്തയില്ലാത്തരം കാണിക്കുന്നവരാണ് കൂടുതലെന്ന് ഞാൻ പറയും. അപ്പം എന്തായാലും അയാൾ കോടതി വഴി കർശന നിയമ നടപടിക്ക് പോവുക. ഇനി ഇമാതിരി ചെറ്റത്തരം കാണിക്കാൻ കാക്കിയിട്ട് ഒരുത്തിനും തോന്നാത്ത കൂട്ട് പണി അവൻ്റെ കിട്ടണം. അതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം.